നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉടനെ ഉണ്ടാകാൻ പോകുന്നു. 15 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. ഈ സമയത്തെല്ലാം നമ്മുടെ മുന്നിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ്: CPM-ൽ ആരാണ് ശക്തൻ? നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും CPM-ൽ ഇപ്പോഴും ശക്തൻ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം. എങ്ങനെ പിണറായി വിജയൻ ഇപ്പോഴും ശക്തനായി നിലനിൽക്കുന്നു? കാര്യം നിരവധി വിവാദങ്ങൾ, മാസപ്പടി വിവാദം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഓരോന്നായി പരിശോധിക്കുമ്പോഴും നിരവധി വിവാദങ്ങളുടെ കാവൽക്കാരനായി മാറുകയാണ് പിണറായി വിജയൻ. എന്നിരുന്നാലും എങ്ങനെ പിണറായി വിജയൻ ശക്തനാവുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ നമുക്കറിയാവുന്ന പോലെ ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെ ഇങ്ങനെ സമ്മേളന കാലഘട്ടത്തിലൂടെയാണ് CPM എന്ന് പറയുന്ന പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ പാർട്ടി കോൺഗ്രസും നടക്കാൻ പോകുന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് പിണറായി വിജയൻ ശക്തനായത്? ഇത്രയും കാലം കൊണ്ട് ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ ഏറ്റവും അധികം വിയോജിപ്പുകൾ ഉയർന്നു കേട്ടിരുന്നു. എങ്കിൽ തന്നെയും അതിനെയൊക്കെ നേരിടാനും അതിനെയൊക്കെ ഒതുക്കത്തോടെ കൈകാര്യം ചെയ്യാനും പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. PV അൻവറിന്റെ ചുവടുമാറ്റം അതൊരു വലിയ കാര്യമായിരുന്നു. PV അൻവർ ഒരു ഘട്ടത്തിൽ ഇവിടെ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ട്, P ശശി കുറ്റക്കാരനാണ്, എല്ലാത്തിൻ്റെയും പിന്നിൽ P ശശിയാണ്, അതോടൊപ്പം ഡാൻസ് ഓഫ് സ്വർണം തിരിമറി നടത്തുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ കുറ്റക്കാരാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് കണ്ണീരോടുകൂടി താൻ പരാതി പറഞ്ഞു എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PV അൻവർ ഒരു സുപ്രഭാതത്തിൽ വന്നെത്തി. അതോടൊപ്പം ഇവിടെ നേരത്തെ ഈ പ്രതിപക്ഷം ഉയർത്തിയിരുന്ന പല ആരോപണങ്ങളും, അതായത് BJP-യും CPM-ഉം തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ADGP MR അജിത് കുമാറിനെ മറയാക്കിക്കൊണ്ട് PV അൻവർ ഉയർത്തിയിരുന്നു. പിന്നീട് നമ്മൾ പലപ്പോഴും കണ്ടത് PV അൻവർ രാഷ്ട്രീയത്തിൽ തന്നെ നിഷ്കാസിതനായി പോകുന്ന ഒരവസ്ഥയാണ്. PV അൻവറിന് ഇവിടുന്ന് പോകുന്നു, ഇവിടെ നിന്ന് പോയതിനു ശേഷം ആരെ വെല്ലുവിളിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് PV അൻവർ പോകുന്നു. അതിനുശേഷം PV അൻവർ പറയുന്നു, ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതെ, കൊടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഈ പരാതി സംബന്ധിച്ച് എന്ത് ചെയ്യണം, പരാതിയിൽ പിണറായി വിജയനെതിരെ തുടരന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞു തുടരന്വേഷണം ആവശ്യമാണ്. അതേസമയം ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരും പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഒരേ കണ്ഠത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന്. ഇതിന്റെ അർത്ഥം പിണറായി വിജയനെ പാർട്ടി സെക്രട്ടേറിയറ്റും ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ്. അത് അവിടെയും തീരുമാനമാകാത്തതുകൊണ്ട് പിന്നെയാണ് ഇദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളിലൂടെ PV അൻവർ വന്നിരുന്നു. എന്നാൽ PV അൻവർ പിന്നീട് ചെയ്തത് പലപ്പോഴും രാഷ്ട്രീയ നിരാസത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. PV അൻവർ ഒരുപക്ഷെ നല്ലൊരു പോരാളിയായിരുന്നെങ്കിൽ PV ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളല്ല പിന്നീട് PV ചെയ്തത് എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് സ്വന്തമായൊരു നിലനിൽപ്പ് ആവശ്യമാണെന്നും പിന്നീട് അദ്ദേഹം നേരെ പോയത് DMK ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലേക്ക് തനിക്കൊരു ചേക്കേറൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനിടയിൽ ഉണ്ടായതൊക്കെ അറിയാം. PV അൻവർ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ തടയണ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരെ നിയമങ്ങൾ വന്നു. അത് പൊളിച്ചു കളയണം എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് മനസ്സിലായത് PV അൻവർ കെട്ടിപ്പൊക്കിയ അനധികൃതമായ തടയണയ്ക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഘട്ടത്തിൽ പോലും പിന്തുണ നൽകിയിരുന്നില്ല. ആ പിന്തുണ നൽകാത്തതിലെ ദേഷ്യമായിരുന്നു PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് ജനം തിരിച്ചറിയുന്നു. അങ്ങനെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടി രൂപീകരണത്തിനായി അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ PV അൻവറിന് നിരാശ മാത്രമായിരുന്നു ഫലം. പൊയ്ക്കോളാൻ പറഞ്ഞു. അവിടെയും പ്രവർത്തിച്ചത് ഈ പറയുന്ന പിണറായി വിജയൻ ഇഫക്റ്റ് തന്നെയായിരുന്നു. തങ്ങളുടെ ഘടകകക്ഷിയിലിരിക്കുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് അനാവശ്യ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് തങ്ങളിലേക്ക് ചേരാൻ വന്ന PV അൻവറിനെ ഒരു ദാക്ഷിണ്യമില്ലാതെ MK സ്റ്റാലിൻ പിടിച്ചു പുറത്താക്കുന്നു. ഷാലറ്റ് സ്വീകരിച്ചത് തമിഴരുടെ ഒരു മര്യാദ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അവിടെ നിന്ന് വീണ്ടും തിരികെ എത്തുന്നു. DMK ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. UDF-മായി സന്ധി ചെയ്യുന്നു. ഇതോടുകൂടി PV അൻവറിന്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടുപോയി. പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു. പകരം ആവശ്യപ്പെട്ടത് അവിടെ രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് തന്റെ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ ആ ആവശ്യം പ്രതിപക്ഷം തള്ളിക്കളഞ്ഞു എങ്കിൽ പോലും എല്ലാ പിന്തുണയും UDF-ന് കൊടുത്തുകൊണ്ട് തന്നെയാണ് PV അൻവർ നിലകൊണ്ടത്. അതായത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക് തൃണമൂൽ കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പിന് സന്ധി ചെയ്യാനായി പോയതും പിന്നീട് SP-യിലേക്ക് സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരാൻ പോയതും. ഇതൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞതോടു കൂടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് വീണ്ടും ശക്തനായി മാറുന്നത്. എന്നാൽ ചോദിക്കും, സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലേ, ചർച്ചയിൽ വന്നിട്ടില്ലേ? അതിനെയൊക്കെ കൃത്യമായ രീതിയിൽ തടയിടാൻ പിണറായി വിജയൻ പക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതുമാത്രമല്ല, PV അൻവറിന്റെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ കണ്ണൂരിലെ ഒരു പറ്റം നേതാക്കളാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പുറത്തു വന്നതോടുകൂടി പിണറായി വിജയനെ ഒതുക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നലും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റികളിലും മന്ത്രിസഭയ്ക്കെതിരായി ഉയർന്ന വിമർശനങ്ങളെ പലതിലെയും ഒരു വിഭാഗീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുവാനും ബാക്കിയുള്ള പ്രവർത്തകരെ പഠിപ്പിക്കാൻ പിണറായി പക്ഷത്തിന് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും പിണറായി വിജയൻ ശക്തനായി എന്ന് നമുക്കറിയാം. അത് വെറും വിഭാഗീയതയെ നമുക്കറിയാം. കരുനാഗപ്പള്ളിയിലും മംഗലപുരത്തും ഒക്കെ ഉണ്ടായ വിഷയങ്ങളെ ഏരിയ കമ്മിറ്റിയിലൂടെ ഏരിയ കമ്മിറ്റികളിലെ ഇതുവരെ ഉണ്ടായിരുന്ന അപ്രമാദ്യത്തെ പൊളിച്ച് എഴുതാൻ വേണ്ടി എടുത്ത തീരുമാനത്തെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചെടുക്കാം. കാരണം എന്താണ്? അവിടെ പിണറായി വിജയന് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യവും കൂടി അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പിണറായി വിജയനെതിരായും മന്ത്രിസഭയ്ക്കെതിരായും ഉണ്ടായിരുന്ന ആരോപണങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചർച്ച ചെയ്യാതെ വന്നതോടുകൂടി പിണറായി വിജയന് ഇതുവരെ ഉണ്ടായിരുന്ന അപ്രമാദിത്യം നിലനിർത്തിക്കൊണ്ടു പോകാനും സാധിച്ചു. ബാക്കിയൊക്കെ വെറും വിഭാഗീയത മാത്രമായി ചുരുങ്ങി. പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഏരിയ കമ്മിറ്റികൾ ഭരിച്ചുകൊണ്ടിരുന്ന പലരും, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ പലരും അഴിമതിക്കാരും സ്വജനപക്ഷപാതക്കാരും സ്ത്രീപീഡകരും ഒക്കെയായി മാറുന്ന കാഴ്ച നമ്മൾ കേരളം കണ്ടു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വിവാദമായിരുന്നു EP ജയരാജനുമായി ബന്ധപ്പെട്ട്. EP ജയരാജൻ പാർട്ടിയെ വഞ്ചിച്ച വർഗവഞ്ചകനാണ് എന്നുള്ള തരത്തിലേക്ക് മാധ്യമങ്ങളിൽ അച്ചുനിരത്തപ്പെട്ടു. അദ്ദേഹം ഒരു കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം എല്ലാ അർത്ഥത്തിലും അതേ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം അതിന്റെ പേരിൽ അന്വേഷണത്തിന് മുതിർന്നു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ പുസ്തകത്തിൽ ഇടാൻ കഴിയാത്ത ഒരു പേരാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ താൻ അങ്ങനെ എഴുതാത്ത ഭാഗങ്ങൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രീതിയിൽ പാർട്ടിക്കെതിരായ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് തന്റെ നയം വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി അതും ഒരു വഴിയിലേക്കെത്തി. ADGP MR അജിത് കുമാറിന്റെ ആരോപണമായിരുന്നു, അല്ലെങ്കിൽ MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണമായിരുന്നു PV അൻവർ ഏറ്റവും കൂടുതൽ ഉയർത്തിയിരുന്നത്. നമുക്കറിയാം, RSS നേതാക്കളുമായി PV അൻവർ അനൌദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ BJPക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നായിരുന്നു PV അൻവറിന്റെ വ്യാഖ്യാനം. എന്നാൽ അതിന്റെ അന്വേഷണവും എങ്ങും എത്തിയില്ല. അവിടെ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു CPM-കാർ ശ്രമിച്ചത് എന്നുള്ള തരത്തിലായിരുന്നു ആരോപണം ഉയർന്നു വന്നത്. അതും എങ്ങും എങ്ങും ചർച്ച ചെയ്യപ്പെട്ടതുമില്ല. അതിന്റെ അന്വേഷണമാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. ഈ രീതിയിൽ എല്ലാ സമ്മേളനങ്ങളെയും കൃത്യമായി വരുതിയിലാക്കിക്കൊണ്ട് PV അൻവറിന്റെ മറുകണ്ഠം ചാടലിനെ കൃത്യമായി നോക്കിക്കണ്ടുകൊണ്ട് കരുക്കൽ നീക്കാൻ പിണറായി വിജയൻ പക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതോടുകൂടി ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിരുന്ന ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ വൃഥാവിലാകുന്ന ലക്ഷണമാണ് കണ്ടു തുടങ്ങുന്നത്. അതായത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പിണറായി വിജയന്റെ ആ ഒരു അപ്രമാദിത്യം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു പറ്റം കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചു പോരുന്നത്.